ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര കൊണ്ട് കാരമൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോഴേക്ക് പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തന്നെ മെൽട്ടായി വരും. തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കാം, ഇല്ലെങ്കിൽ വേഗം തന്നെ കരിഞ്ഞു പോകും. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും പഞ്ചസാരയുടെ നിറമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി മാറും. ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി ഇത് ചൂടൊക്കെ ആറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും വേറൊരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ പഞ്ചസാരയൊക്കെ അലിയുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓവർ ബീറ്റ് ചെയ്ത് മുട്ട പതപ്പിച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പഞ്ചസാരയൊക്കെ അലിയുന്നത് വരെ മാത്രം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച പാത്രത്തിൽ കാരമലൊക്കെ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അതിലേക്ക് ഈ പാല് മിക്സ് അരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊരു തട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ബേക്ക് ചെയ്യുന്ന പാത്രം ചെറുതായത് കൊണ്ടാണ് ഇതുപോലത്തെ ഒരു അടപ്പും കൂടി വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അതിൻ്റെ മുകളിലേക്കായി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ഫോയിലോട് അടച്ചു കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലൊരു ഹോൾസ് ഉള്ള അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് നല്ലതുപോലെ ബേക്കായിട്ട് വരും കേട്ടോ. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. സൈഡൊക്കെ ഇതുപോലെ നല്ല ഇളക്കിയതിന് ശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി പുഡിങ്ങാണ്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും, അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വായിലിട്ടാൽ തന്നെ അങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.